റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഈ ചാപ്റ്ററിന് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഏതാ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 2B ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു ഫ്രഷ് പേജ് എടുക്കണം. ഫ്രഷ് പേജ് എടുത്തിട്ട് പേജിൻ്റെ ടോപ്പിലായിട്ട് ഇങ്ങനെ എഴുതണം ക്വസ്റ്റ്യൻ നമ്പർ. ക്വസ്റ്റ്യൻ 2 B ഇങ്ങനെ. അതേപോലെ ഈ മാർജിൻ്റെ പുറത്ത് 2 B ഇങ്ങനെ എഴുതണം. ഇനി ഓരോ ക്വസ്റ്റ്യനായി നോക്കാം. ക്വസ്റ്റ്യൻ എന്താ? ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ദ ട്രയൽ ബാലൻസ് ദ ഫോളോവിങ് എറേഴ്സ് വർ ഫൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് ഹരെ രാമ ആൻഡ് സൺസ്. ഗീവ് ദ നെസസറി എൻട്രീസ് ടു കറക്റ്റ് ദം. ആദ്യം ഒരു കാര്യം ചെയ്യേണ്ടതില്ല. ഇതിൽ മൊത്തത്തിൽ ഒരു 10 എൻട്രീസ് വരുന്നുണ്ട് ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ എന്ത് ചെയ്യണം? 10 എൻട്രീസ് ചെയ്യാനുള്ള സ്പേസ് അവിടെ വിട്ടിട്ട് അതിൻ്റെ അത്രയും സ്പേസിന് താഴായിട്ട് ഒരു ഫ്രഷ് പേജ് എടുക്കുക. ആ പേജിൽ എന്ത് ചെയ്യുക? ഇങ്ങനെ വർക്കിംഗ് നോട്ട്സ് എന്ന് എഴുതാം. വർക്കിംഗ് നോട്ട്സ്. ഞാൻ ഇതിൽ സീഡിലാണ് ചെയ്യുന്നത്. എക്സാമിന് ചെയ്യുമ്പോൾ ഇതിന് താഴെ ഒരു ഫ്രഷ് പേജ് എടുത്തിട്ട് വർക്കിംഗ് നോട്ട്സ് എന്ന് ചെയ്യണം. ഇനി നമുക്ക് ഓരോന്നായി ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? മൈനർ റിപ്പേഴ്സ് മെയ്ഡ് ടു ദ ബിൽഡിംഗ് അമൗണ്ടിങ് ടു 1850 ഓവർ ഡെബിറ്റഡ് ടു ദ ബിൽഡിംഗ് അക്കൗണ്ട്. എന്താ പറയുന്നത്? മൈനർ റിപ്പേഴ്സ്, അതായത് ബിൽഡിങ്ങിൻ്റെ ചെറിയ റിപ്പേഴ്സൊക്കെ ബിൽഡിംഗ് അക്കൗണ്ടിലേക്കാണ് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വർക്കിംഗ് നോട്ട്സിലേക്ക് പോകണം. വർക്കിംഗ് നോട്ട്സിലേക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ വർക്കിംഗ് നോട്ട്സ് 1 എന്നിട്ടിട്ട് ആദ്യം റോങ് എൻട്രി എന്ന് ഹെഡിങ് എഴുതുക. അതിന് WE എന്ന് കൊടുത്താലും മതി. എന്താ എഴുതേണ്ടത്? റോങ് എൻട്രി എന്ന് കൊടുത്തിട്ട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് ഇതേപോലെ എൻട്രി ഒക്കെ എഴുതി കൊടുക്കുക. ഇതിലെന്താ പറഞ്ഞത്? മൈനർ റിപ്പേഴ്സ് മെയ്ഡ് ടു ദ ബിൽഡിംഗ് അമൗണ്ടിങ് ടു 1850 വർ ഡെബിറ്റഡ് ടു ദ ബിൽഡിംഗ് അക്കൗണ്ട്. ഇത് ബിൽഡിംഗ് അക്കൗണ്ടിലേക്കാണ് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേ കാര്യം എൻട്രി ആക്കി എടുത്തെഴുതാം. അപ്പോൾ എങ്ങനെയാവും? ബിൽഡിംഗ്സ് അക്കൗണ്ട് ബിൽഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് കൊടുക്കാം. ഇത്ര എമൗണ്ട് 1850. ഇവിടെ 1850. ഇനി ഇതിൻ്റെ കറക്റ്റ് എൻട്രി എന്താണ് അത് കൊടുക്കാം. അതിൻ്റെ കറക്റ്റ് എൻട്രി CE എന്ന് കൊടുക്കാം. എന്താ വരിക? മൈനർ റിപ്പേഴ്സ് അല്ലേ? അപ്പം ഡെബിറ്റിൽ വരേണ്ടത് റിപ്പേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ അങ്ങനെയല്ലേ വരേണ്ടത്? അപ്പം കറക്റ്റ് എൻട്രി എഴുതി കൊടുക്കുക. റിപ്പേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 1850. അതേപോലെ കറക്റ്റ് എൻട്രിയിലും ടു ക്യാഷിന് 1850. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ഈ എറർ റെക്ടിഫൈ ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? ഇതിൽ നമ്മൾ ഈ ബിൽഡിംഗ് അക്കൗണ്ടിനെ ഡെബിറ്റിൽ നിന്ന് കളയാൻ വേണ്ടി ക്രെഡിറ്റ് ചെയ്യണം. അതേപോലെ റിപ്പേഴ്സ് അക്കൗണ്ട് ഡെബിറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനെ ഡെബിറ്റിൽ എഴുതണം. അപ്പോൾ RE എന്ന് കൊടുക്കുക, റെക്ടിഫൈഡ് എൻട്രി. എങ്ങനെയാവും? ഇപ്പോൾ ഡെബിറ്റിൽ റിപ്പേഴ്സ് അക്കൗണ്ട്
ഡെപ്റ്റർ. പിന്നെ ഈ ബിൽഡിംഗ് അക്കൗണ്ട് ക്യാൻസൽ ചെയ്യാൻ അത് ക്രെഡിറ്റിലും കൊടുക്കുക. ടു ബിൽഡിംഗ് അക്കൗണ്ട്, എമൗണ്ട് സെയിം തന്നെ 1850. ഇപ്പോൾ റെക്ടിഫൈ ചെയ്ത് കിട്ടിയ ഈ എൻട്രി ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഈ ആൻസർക്ക് എടുത്ത് എഴുതേണ്ടത്. ഇതിലിപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ എങ്ങനെ പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ ഈ 1 ഇതേ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യുക, ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ നേരെ ആ റെക്ടിഫൈ ചെയ്ത ഈ എൻട്രി എടുത്തെഴുതാം. റിപ്പേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽഡിംഗ്. Repairs account debtor to building account, amount 1850. ഇതിൻ്റെ നേരൊക്കെ നമ്മൾ വർക്കിംഗ് നോട്ട്സ് 1 എന്നുണ്ട്. നമ്മൾ വർക്കിംഗ് നോട്ട്സ് 1ലാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇതിന് നേരെ വർക്കിംഗ് നോട്ട്സ് 1 എന്ന് കൊടുക്കണം, ബ്രാക്കറ്റിൽ കൊടുത്താലും മതി. പിന്നെ ഇതിൻ്റെ കൂടെ നരേഷൻ എഴുതണം. നരേഷൻ എഴുതാൻ പ്രത്യേകിച്ചൊന്നും വേണ്ട. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഈ കാര്യം ഉണ്ടല്ലോ, അത് ഒന്ന് ചുരുക്കി കൊടുത്താലും മതി. അല്ലെങ്കിൽ ഈ സെയിം കാര്യം എടുത്ത് എഴുതിയാലും നരേഷനായി. ഓക്കെ, അപ്പോൾ അതേ കാര്യം ഈ നരേഷനാക്കി എടുത്ത് എഴുതാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 ചെയ്യാം. എന്താ പറയുന്നത്, എമൗണ്ട് ഓഫ് 3000 ഡ്യൂ ഫ്രം ശ്യാംലാൽ which has been written off as bad debts in the previous year, recovered in the all current year and has been posted to the personal account of ശ്യാംലാൽ. ഇതിൽ ശ്യാംലാലിൻ്റെ ഡെബിറ്റ് had been written off, ഡെബിറ്റ് എഴുതി തള്ളി. അപ്പോൾ നമ്മൾ അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ അത് കഴിഞ്ഞ വർഷമായിരുന്നു. ഈ വർഷം എന്ത് ചെയ്ത് അത് തിരിച്ചു കിട്ടി. അപ്പം എന്താ, ശ്യാംലാലിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലാണ് അത് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പം എങ്ങനെ വരാം, വർക്കിംഗ് നോട്ട്സ് 2. ഇതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ അതേ എൻട്രി ഇവിടെ എടുത്തെഴുതാം. എന്താ പറഞ്ഞുള്ളത്, ശ്യാംലാലിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് ആ റിക്കവർ ചെയ്ത ക്യാഷ് എഴുതിയത്. അപ്പം അതിങ്ങനെ വരും. ക്യാഷ് ഇങ്ങോട്ട് കിട്ടല്ലേ, ഇത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ശ്യാംലാൽ. ആദ്യം റോങ് എൻട്രി എഴുതണം. റോങ് എൻട്രി ഇതിൻ്റെ മുകളിലായിട്ട് ഈ 2 എഴുതിയതിൻ്റെ ശേഷം റോങ് എൻട്രി എന്ന് പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ സെയിം കാര്യം എടുത്തെഴുതാം. പിന്നെ കറക്റ്റ് എൻട്രി എന്ന് എഴുതിയിട്ട് ഇതിന് കറക്റ്റ് എൻട്രി എന്താ വരിക, ബാഡ് ഡെപ്റ്റ് റിക്കവർഡ് അല്ലേ വരിക. കാരണം കിട്ടൂല എന്ന് വിചാരിച്ച കടം കിട്ടിയാൽ അപ്പം എന്താ ചെയ്യുക, ഡെബിറ്റിൽ വരേണ്ടത് ക്രെഡിറ്റിൽ വരേണ്ടത് ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് അല്ലേ. ഡെബിറ്റിൽ ക്യാഷ് തന്നെയാണ്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ്. ഇതിൽ എമൗണ്ട് സെയിം തന്നെ, എമൗണ്ട് ഞാൻ പ്രത്യേകം എഴുതുന്നില്ല. ഇനി ഇത് റെക്ടിഫൈ ചെയ്യാം. 6 എഴുതിയാലും മതി. 6 റെക്ടിഫൈഡ് എൻട്രി. ഇതിൽ ശ്യാംലാൽ മാറ്റിയിട്ട് ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് കൊടുക്കണം. അപ്പോൾ ശ്യാംലാൽ ഇപ്പോൾ ഉള്ളത് ക്രെഡിറ്റിലാണ്.
ഇപ്പോൾ ക്രെഡിറ്റുള്ള ഇത് കളയാൻ ഡെബിറ്റിലേക്ക് എഴുതി കൊടുക്കുക. അപ്പോൾ ഡെബിറ്റിൽ ശ്യാംലാലോ, ശ്യാംലാൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് നമുക്ക് ക്രെഡിറ്റിൽ കൊടുക്കാണ്ട്, അപ്പോൾ അത് ക്രെഡിറ്റിൽ എഴുതി കൊടുക്കുക. ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് ഇതെന്ത് ചെയ്യുക, സെക്കൻഡിലേക്ക് എടുത്തെഴുതാം. എന്താ, ശ്യാംലാൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ്. എമൗണ്ട് എത്ര വരണ്ടുള്ളത്? 3000. എമൗണ്ടിൽ വ്യത്യാസമൊന്നുമില്ല, അപ്പോൾ അതേപോലെ എടുത്തെഴുതാം. പിന്നെ വർക്കിംഗ് നോട്ട്സ് 2 എന്ന് എഴുതാം ബ്രാക്കറ്റിൽ. പിന്നെ അടിയിൽ നരേഷൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. എന്താ, ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ഓഫീസ് യൂസ് അമൗണ്ടിങ് ടു 20,000 ഹാസ് ബീൻ എൻറ്റേർഡ് ഇൻ ദ പർച്ചേസ് ഡേ ബുക്ക്. അപ്പോൾ അവിടെ എന്താ എറർ വന്നിട്ടുള്ളത്? ഫർണിച്ചർ പർച്ചേസ് ചെയ്തെടുത്ത് പർച്ചേസ് ഡേ ബുക്കിലേക്ക് എൻ്റർ ചെയ്തത്. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ ആദ്യം വർക്കിംഗ് നോട്ട്സിൽ 3 എന്ന് എഴുതാം. അതെന്താ, റോങ് എൻട്രി. ഇതിൽ പറഞ്ഞ സെയിം കാര്യം എഴുതാം. ഇതിലെന്താ, പർച്ചേസ് ഡേ ബുക്കിലല്ലേ എഴുതിയത്, ആ ഫർണിച്ചർ പർച്ചേസ് ചെയ്തത്. അപ്പോൾ എന്താ വരിക, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. എമൗണ്ട് സെയിം തന്നെ എഴുതുന്നില്ല. അതിൻ്റെ കറക്റ്റ് എൻട്രി എന്താവും, ഫർണിച്ചർ പർച്ചേസ് ചെയ്തതല്ലേ, അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇനി ഇത് വെച്ച് റെക്ടിഫൈ ചെയ്യാം. അപ്പോൾ റെക്ടിഫൈഡ് എൻട്രി. ഈ ഫർണിച്ചറിന് നമുക്ക് ഡെബിറ്റിൽ കൊടുക്കണം, പർച്ചേസിന് ക്രെഡിറ്റിൽ കൊടുക്കും. കാരണം റോങ് എൻട്രി ഉള്ളതിനൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യണം. രണ്ടിലും ഒരേപോലെ ക്യാഷ് ഉള്ളതുകൊണ്ട് ക്യാഷ് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെയുള്ള എന്താ, പർച്ചേസ്, അത് ഡെബിറ്റിലാണ്, അതിനെ ക്രെഡിറ്റിൽ കൊടുക്കണം. പിന്നെ ഡെബിറ്റിൽ ഈ കറക്റ്റ് എൻട്രിയിൽ ഡെബിറ്റിൽ ഫർണിച്ചർ ഉണ്ട്, അതിനെ ഡെബിറ്റിൽ കൊടുക്കുക. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ്. ഇപ്പോൾ ഈ റെക്ടിഫൈഡ് എൻട്രി നമുക്ക് ഇതിലെടുത്ത് എഴുതാം. എന്താ, ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് എമൗണ്ട് 20,000. ഇതെന്താ, വർക്കിംഗ് നോട്ട്സ് 3. ഇവിടെ നരേഷൻ. നെക്സ്റ്റ് അടുത്ത എന്താ പറഞ്ഞില്ലേ, ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം റാം സിംഗ് അമൗണ്ടിങ് ടു 8,000 have remained unrecorded so far. ഇപ്പം എന്താ, എങ്ങനെ ഒരു അതിൽ പറഞ്ഞെന്താ, റാം സിംഗിൻ്റെ അടുത്ത് നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തത് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ഇതിന് വർക്ക് നോട്ട്സിൻ്റെ ആവശ്യമില്ല. വർക്ക് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ ചെയ്യുക, റോങ് എൻട്രി
ഇവിടെ ഇങ്ങനെ എഴുതി കൊടുത്താലും മതി. എൻട്രി നോട്ട് റെക്കോർഡ്. ഈ കറക്റ്റ് എൻട്രി എടുത്ത് എഴുതി കൊടുക്കുക. എന്താ ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം റാം സിംഗ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റാം സിംഗ്. അപ്പോൾ റെക്ടിഫൈഡ് എൻട്രി എന്തായിരിക്കും? കറക്റ്റ് എൻട്രി തന്നെയല്ലേ? റോങ് എൻട്രി ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അതും അതേപോലെ തന്നെ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റാം സിംഗ്. ഇപ്പം എന്ത് ചെയ്യുക? നാലാമത്തേലും ഇതേ കാര്യം എടുത്തു നോക്കുക. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ 8,000 to Ramsey. 8,000 working notes for narration. Question 5. College fees of proprietor's son rupees 15,000 debited to the audit fees account. പ്രോപ്പറേറ്ററിൻ്റെ മകൻ്റെ കോളേജ് ഫീസിനെടുത്ത ക്യാഷ് ഓഡിറ്റ് ഫീസിൻ്റെ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തു. അപ്പോൾ അത് അതിൻ്റെ റോങ് എൻട്രി എന്താണ്? 5. റോങ് എൻട്രി. ഓഡിറ്റ് ഫീക്കാണ് അത് ഡെബിറ്റ് ചെയ്തത്. അപ്പം ഡെബിറ്റിൽ ഓഡിറ്റ് ഫീ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. എന്താണ്? ഗുഡ്സ് പർച്ചേസ് കോളേജ് ഫീസ് ഓഫ് പ്രോപ്പർട്ടീസ് സൺ ഡെബിറ്റഡ് ടു ദ ഓഡിറ്റ് ഫീസ് അക്കൗണ്ട്. ഓക്കെ, അവിടെ ക്യാപിറ്റൽ നോക്കാം. അല്ല അവിടെ ക്യാഷ് ക്യാഷായിട്ട് എടുക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് റോങ് ആയിട്ട് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഇതിന് കറക്റ്റ് എൻട്രി എന്താ? ഇവിടെ പ്രോപ്പറേറ്ററിൻ്റെ സൺ എന്ന് പറയുമ്പം പേഴ്സണൽ യൂസിന് എടുക്കുന്ന ക്യാഷ് അല്ലേ? അപ്പോൾ അവിടെ പേഴ്സണൽ യൂസിന് ക്യാഷ് എടുക്കുമ്പോൾ എന്താ വരിക? ഡ്രോയിങ്സ്. കറക്റ്റ് എൻട്രി വരിക ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ ഇത് റെക്ടിഫൈ ചെയ്യാൻ റെക്ടിഫൈഡ് എൻട്രി ആദ്യം എന്ത് ചെയ്യണം? ഈ റോങ് എൻട്രിയിൽ ഓരോന്നിനും നമ്മൾ ക്യാൻസൽ ചെയ്യണം. ഓഡിറ്റ് ഫീ അത് ഡെബിറ്റിലായതുകൊണ്ട് ക്രെഡിറ്റിൽ കൊടുക്കണം. പിന്നെ ടു ക്യാഷ് അത് കറക്റ്റ് എൻട്രിയിൽ റോങ് എൻട്രിയിൽ ഒരേ പൊസിഷനിലായതുകൊണ്ട് അതൊന്നും ചെയ്യണ്ട. അതേമാതിരി കറക്റ്റ് എൻട്രിയിലുള്ള എല്ലാത്തിനും നമ്മളിതിൽ കൊടുക്കണം. ഇതിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് അത് ഡെബിറ്റിലായതുകൊണ്ട് ഡെബിറ്റ് കൊടുക്കണം. പിന്നെ ക്യാഷ് രണ്ടിലും ഒരേപോലെ ആയതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോകും. അപ്പോൾ ആദ്യം കറക്റ്റ് എൻട്രിത്തെ ഡെബിറ്റിലുള്ള കൊടുക്കാം. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓഡിറ്റ് ഫീ ക്യാൻസൽ ചെയ്യാൻ ക്രെഡിറ്റ് കൊടുക്കാം. ഓഡിറ്റ് ഫീ ഇതെന്ത് ചെയ്യുക? ഇവിടെ എടുത്തത് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ
ടു ഓഡിറ്റ് ഫൈൽ. ഇത് വർക്ക് നോട്ട്സ് 5 ചെയ്ത് വർക്കിംഗ് നോട്ട്സ് 5. പിന്നെ നറേഷൻ എമൗണ്ട് എത്രയാണ്? 15,000. Next 6. Receipt of 4,500 from Meet Kumar credited to the Pinky Rani. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? മീറ്റ് കുമാർ ക്യാഷ് തന്നുകൊടുത്ത് പിങ്കി റാണിൻ്റെ പേരിലാണ് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ വർക്ക് നോട്ട് 6 റോങ് എൻട്രി. ഇതിൽ പിങ്കി റാണിൻ്റെ പേരിൽ റെക്കോർഡ് ചെയ്ത്, അപ്പോൾ അത് എടുത്തെഴുതാം. ആദ്യം റോങ് എൻട്രി ആയിട്ട് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പിങ്കി റാണി. അതിൻ്റെ കറക്റ്റ് എൻട്രി അവർക്ക് ശരി. ആരാണ് ക്യാഷ് ശരിക്കും തന്നത്? മീറ്റ് കുമാർ. അപ്പം ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മീറ്റ് കുമാർ. ഇതിൽ ഡെബിറ്റിലും ഇത് രണ്ടിലും ഡെബിറ്റിൽ ക്യാഷ് അക്കൗണ്ടാണ്. അപ്പോൾ അതൊന്നും ചെയ്യണ്ട. റോങ് എൻട്രിയുള്ള ക്രെഡിറ്റിനെ ഡെബിറ്റ് ആക്കിയിട്ട് അത് ക്യാൻസൽ ചെയ്യണം. അതേപോലെ കറക്റ്റ് എൻട്രിയുള്ള ക്രെഡിറ്റിനെ ഇതിൽ ക്രെഡിറ്റ് ആക്കി തന്നെ കൊടുക്കണം. ഇപ്പോൾ ഡെബിറ്റിൽ എന്താ വരിക? ഈ പിങ്കി കുമാരി, സോറി പിങ്കി റാണി. അപ്പോൾ റെക്ടിഫൈഡ് എൻട്രി പിങ്കി റാണി അക്കൗണ്ട് ഡെപ്റ്റർ. ഈ കറക്റ്റ് എൻട്രി എടുത്ത മീറ്റ് കുമാർ ടു മീറ്റ് കുമാർ. ഓക്കെ, ഇതെന്താ ചെയ്യുക? ഇത് കൊടുത്തെഴുതാം. പിങ്കി റാണി അക്കൗണ്ട് ഡെപ്റ്റർ ടു മീറ്റ് കുമാർ. എത്രയാണ് എമൗണ്ട്? 4,500. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ വർക്ക് നോട്ട്സ് വർക്ക് ചെയ്ത് വർക്ക് നോട്ട്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമ്പർ കൊടുത്താൽ മതി. വർക്ക് നോട്ട് 6 നറേഷൻ. സോറി, അടുത്തെന്താ? 7 ഗുഡ്സ് അമൗണ്ടിങ് ടു 6,200 ഹാഡ് ബിൻ റിട്ടേൺഡ് ബൈ എ കസ്റ്റമർ ആൻഡ് വെർ ടേക്കൺ ഇൻ ടു ഇൻവെൻട്രി ബട്ട് നോ എൻട്രി വാസ് മെയ്ഡ് ഇൻ ദ ബുക്സ്. ഇതെന്താ പറഞ്ഞിട്ടുള്ളത്? എൻട്രി റെക്കോർഡ് ചെയ്തിട്ടില്ല ഗുഡ്സ് റിട്ടേൺ ചെയ്തപ്പോൾ. അപ്പോൾ ജസ്റ്റ് അതിനെ എൻട്രി എഴുതി കൊടുക്കാനുള്ളൂ. അപ്പോൾ ഇതിൽ വർക്ക് നോട്ട്സിൽ എഴുതണമെന്നുണ്ടെങ്കിൽ റോങ് എൻട്രി, നോ എൻട്രി റെക്കോർഡ്. കറക്റ്റ് എൻട്രി എന്താ? ഗുഡ്സ് റിട്ടേൺഡ് അല്ലേ? അപ്പോൾ സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആരാ തന്നെ? എ കസ്റ്റമർ. അപ്പോൾ അവിടെ ക്യാഷിന് എടുക്കാം.
ആരാന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. ഇതിലും കറക്റ്റ് എൻട്രി റെക്ടിഫൈഡ് എൻട്രി ഈ സെയിം തന്നെ വരും. അപ്പം ഇതിൽ കറക്റ്റ് ചെയ്യാനൊന്നുമില്ല, എൻട്രി ജസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ളൂ. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇവിടെ റിട്ടേൺസ് ഇൻവാർഡ് എന്ന് കൊടുത്താലും മതി. ഇതെന്ത് ചെയ്യുക, ഇവിടെ എടുത്തെഴുതാം. സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. എമൗണ്ട് എത്ര? പ്ലീസ് 1500. സോറി അല്ല 6200. Working note 7 narration. Stay. Eight. 1,500 paid for wages to workmen for making office furniture had been charged to wages account. ഇത് ഫർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത എമൗണ്ട് ആണ് 1,500. അത് റെക്കോർഡ് ചെയ്തിരിക്കണം എന്താണ്, വേജസ് അക്കൗണ്ടിലാണ്. അപ്പോൾ അത് ഫർണിച്ചർ അക്കൗണ്ടിലേക്കാണ് ഇത് റെക്കോർഡ് ചെയ്യേണ്ടത്. കാരണം ഫർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത വേജാണ്. അപ്പോൾ ഇതിൽ റെക്കോർഡ് ചെയ്ത് നമുക്ക് വേജസ് അക്കൗണ്ട്. അപ്പോൾ അതാണ് റോങ് എൻട്രി. വേജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അതിൻ്റെ കറക്റ്റ് എൻട്രി എന്താ, ഫർണിച്ചർ അക്കൗണ്ട് അല്ലേ? ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇത് റെക്ടിഫൈ ചെയ്യണം. രണ്ടിലും ക്രെഡിറ്റ് സെയിം ആയതുകൊണ്ട് ക്യാഷ് ഒന്നും ചെയ്യണ്ട. റോങ് എൻട്രിയിൽ വേജസ് ഡെബിറ്റിലുണ്ട്, അപ്പോൾ വേജസ് ക്രെഡിറ്റ് കൊടുക്കണം. കറക്റ്റ് എൻട്രിയിൽ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റിലുണ്ട്, അപ്പോൾ അത് ഡെബിറ്റിൽ തന്നെ കൊടുക്കണം. അപ്പോൾ റെക്ടിഫൈഡ് എൻട്രി RE ഡെബിറ്റിൽ ഫർണിച്ചർ വരും, ക്രെഡിറ്റിൽ വേജസും വരും. വേജസ് അതെടുത്ത് എഴുതാം. റെക്ടിഫൈഡ് എൻട്രി എന്താ, ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു വേജസ്. Working notes 8 narration. എമൗണ്ട് എത്ര ഇതിൽ, 1,500. ഓക്കെ, 1,500. 1,500. Next. Salary paid to a clerk rupees 12,000 has been debited to his personal account. ക്ലർക്കിന് സാലറി കൊടുത്ത് ക്ലർക്കിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് റെക്ടിഫൈ ചെയ്യാം. റോങ് എൻട്രി എന്താ കൊടുത്തിട്ടുണ്ടോ, ആ ക്ലർക്കിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്കല്ല ക്യാഷ് പോയത്. അപ്പം ഇങ്ങനെ ഒരു ക്ലർക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. കറക്റ്റ് എൻട്രി എന്താ, സാലറിയിൽ കൊടുത്ത്, അപ്പോൾ സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇത് റെക്ടിഫൈ ചെയ്യാം. റെക്ടിഫൈഡ് എൻട്രി. രണ്ടിലും ക്രെഡിറ്റിൽ ക്യാഷ് ഉണ്ട്, അപ്പോൾ അതൊന്നും ചെയ്യണ്ട. റോങ് എൻട്രിയിൽ ഡെബിറ്റിൽ ക്ലർക്ക് ഉണ്ട്, അത് ക്രെഡിറ്റ് ചെയ്യണം. കറക്റ്റ് എൻട്രിയിൽ ഡെബിറ്റിൽ സാലറി ഉണ്ട്, അത് ഡെബിറ്റിൽ തന്നെ കൊടുക്കണം.
അപ്പോൾ ഡെബിറ്റിൽ കറക്റ്റ് എൻട്രി എടുത്താൽ സാലറി വരും. സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു. ക്രെഡിറ്റിൽ ആ ക്ലർക്ക് ക്രെഡിറ്റ് കൊടുക്കുക. സോറി, ടു ക്ലർക്ക്. ഓക്കെ, ഇതെന്താ ചെയ്യുക എടുക്കുക? സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്ലർക്ക്. എമൗണ്ട് എത്ര? 12,000. വർക്കിംഗ് നോട്ട്സ് 9. പിന്നെ നറേഷൻ 10. A purchase of goods from Raghav amounting to 20,000 has wrongly entered through the sales book. ഇതിൽ പർച്ചേസ് ചെയ്തത് സെയിലായിട്ടാണ് എഴുതിയത്. അപ്പം അതെങ്ങനെ ആവും വരിക? റോങ് എൻട്രി. രാഘവിൻ്റെ അടുത്ത് നിന്ന് കുടിച്ച് വാങ്ങിയത് രാഘവിൻ്റെ അടുത്ത് നിന്ന് സെയിൽ ചെയ്ത മാതിരിയാണ് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ എന്താവും? സെയിൽസിന് എൻട്രിയാണ് ഇവിടെ വരിക. രാഘവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്, ഇങ്ങനെയാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ശരിക്കും നമുക്ക് പർച്ചേസിൻ്റെ എൻട്രിയാണ് ചെയ്യേണ്ടത്. അപ്പം കറക്റ്റ് എൻട്രി എന്താ വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രാഘവ്. ഇത് റെക്ടിഫൈ ചെയ്യാൻ, ഇതിപ്പോൾ നേരത്തെ ഡെബിറ്റിൽ രണ്ടിലും ക്രെഡിറ്റ് രണ്ടിലും ക്യാഷ് വന്ന മാതിരി ഇതിൽ അങ്ങനെ വരുന്നില്ല. അപ്പോൾ എന്താ ചെയ്യണോ? ആദ്യം റോങ് എൻട്രിയുള്ള ഓരോന്നിന് ക്യാൻസൽ ചെയ്യാൻ എവിടെയൊക്കെ കൊടുക്കണം നോക്കാം. രാഘവ് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് കൊടുക്കണം. നമുക്ക് ആദ്യത്തിൽ എമൗണ്ട് എഴുതാം. എമൗണ്ട് 20,000. ഇവിടെ 20,000, ഇവിടെ 20,000, ഇവിടെയും 20,000, ഇവിടെയും 20,000. ഓക്കെ, ഇവിടെ ക്യാൻസൽ ചെയ്യാൻ ഇവിടെ കറക്റ്റ് എൻട്രിയിൽ രണ്ട് സൈഡിലും കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം കറക്റ്റ് എൻട്രി ചെയ്ത ഓരോ എൻട്രിയും കൊടുക്കാം നമുക്ക്. റെക്ടിഫൈഡ് എൻട്രി. ഡെബിറ്റിൽ എന്താ വരിക? പർച്ചേസ്. ഇതിൽ ക്രെഡിറ്റിൽ ഏതെങ്കിലും ഡെബിറ്റിലേക്ക് ക്യാൻസൽ ചെയ്യണ്ടോ നോക്കാം. ഇപ്പോൾ സെയിൽസ് ഇതിൽ ക്രെഡിറ്റ് അല്ലേ, അപ്പോൾ ഈ സെയിൽസിനെ എടുത്തിട്ട് ഡെബിറ്റ് ചെയ്യണം, ഇത് ക്യാൻസൽ ചെയ്യാൻ. അപ്പോൾ സെയിൽസിന് എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യണം. ഇവിടെ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ഉണ്ട്, പിന്നെ സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ. ഇപ്പോൾ ഈ സെയിൽസ് ക്യാൻസലായി. ഇനി രാഘവ് ഉണ്ട്. ഈ രാഘവിന് എന്ത് ചെയ്യണം? രാഘവ് ഡെബിറ്റിലാണ്, അത് ക്രെഡിറ്റ് ചെയ്യണം. ടു രാഘവ്. രാഘവ് നമ്മൾ ഓൾറെഡി ഒരു 20,000 ഇവിടെ റെക്കോർഡ് ചെയ്യാനുണ്ട് ഈ കറക്റ്റ് എൻട്രി തന്നെ. അതിൻ്റെ കൂടെ ഇത് ക്യാൻസൽ ചെയ്യാൻ ഒന്നും കൂടി ക്രെഡിറ്റിൽ 2,000 കൊടുക്കണം, 20,000 കൊടുക്കണം. അപ്പോൾ രണ്ടും കൂടി വരുമ്പോൾ ഇവിടെ 40,000 ആയിരുന്നു. അതേപോലെ ഇവിടെ പർച്ചേസിന് സെയിൽസിന് എമൗണ്ട് കൊടുക്കുക 20,000 ഇത് കൂട്ടുമ്പോൾ 40,000 തന്നെയല്ലേ ക്രെഡിറ്റിൽ.
അതായത് ഇതിൽ രാഘവിനെടുത്ത് ഡെബിറ്റ് ചെയ്ത് ഇത് ക്യാൻസൽ ചെയ്യാൻ ഡെബിറ്റിൽ ക്രെഡിറ്റ് ചെയ്തപ്പോൾ രാഘവ് ക്രെഡിറ്റിൽ ഓൾറെഡി ഉണ്ട് കറക്റ്റ് എൻട്രിയിൽ. അപ്പോൾ ഈ രണ്ട് എമൗണ്ടും കൂടി ഒറ്റൊരു എമൗണ്ടായി മാറും 40,000. പിന്നെന്താ കറക്റ്റ് എൻട്രിയിൽ ഡെബിറ്റിൽ വരേണ്ടത് പർച്ചേസാണ്. അതിൻ്റെ കൂടെ ഈ ക്രെഡിറ്റുള്ള സെയിൽസിനും പർച്ചേസിനും കൂടെ ഡെബിറ്റിലിട്ട്, കാരണം സെയിൽസ് ക്രെഡിറ്റ് ആയതുകൊണ്ട് അത് ഡെബിറ്റ് ചെയ്യണം. അങ്ങനെ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ, സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രാഘവ് 20,000 പ്ലസ് 20,000 40,000. ഇതെന്ത് ചെയ്യുക, അവിടെ എടുത്ത് എഴുതാം. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ 20,000, സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ 20,000 ടു രാഘവല്ലേ, $40,000. ഇത് വർക്കിംഗ് നോട്ട്സ് 10 ആണ്. ഇതെന്താ, ഇതിന് നരേഷനും കൊടുക്കാം. ഓക്കെ, നമ്മൾ 10 ക്വസ്റ്റ്യനോട് ചെയ്തിട്ടുണ്ട്. ഇതിനെത്ര മാർക്കാണ് പറയുന്നത്? 10 മാർക്സ്. 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ, അല്ലെങ്കിൽ 10 എൻട്രീസ് റെക്ടിഫൈ ചെയ്യാൻ 10 മാർക്കാണ് പറയുന്നത്. അതായത് ഇതിൽ ഓരോ ക്വസ്റ്റ്യനും മാക്സിമം 1 മിനിറ്റ് വരെ എടുക്കുന്നതാവും ബെറ്റർ. അങ്ങനെയാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ.